അസ്സലാമു റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നമ്മൾ ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് പല പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഹൃദയസ്പർശിയായ ഒരു സ്പീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മൾ നിർബന്ധമായും ഒന്ന് കേട്ടിരിക്കുകയും കാസർഗോഡുള്ള ഒരു പോലീസുകാരൻ്റെ അനുഭവ കഥയാണ് ഇവിടെ പറയുന്നത്. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, പെട്ടെന്ന് അവിടത്തേക്ക് പോകണം എന്നുള്ളത്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ എന്ന് പറയുന്ന പോലീസുകാരനെയും കൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്തൊക്കെ നടന്നു, ഒന്നും കാണുന്നില്ല. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കാണുന്ന നമ്മുടെ ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന അനീഫ എന്ന് പറഞ്ഞ അനീഫ് ചാനൽ വിളിച്ചു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. എന്താ പ്രശ്നം പറയുന്നത്? അപ്പൊ അനീഫ അവിടെ ഒരു പെൺകുട്ടി എനിക്ക് കാണിച്ചു. ഏകദേശം 16-17 വയസ്സ്, ഏകദേശം ആവറേജ്. അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ കാലിൽ കാല് വെച്ച് ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലൂ ജീൻസ് പാന്റ്, ഒരു ഷൂസ്, ബ്ലാക്ക് ടീഷർട്ട്, പാറിപ്പറക്കുന്ന ചെമ്പൻ മുടിയുള്ള കണ്ണട, ഞാനിപ്പോ വെച്ചതുപോലെ കണ്ണട വെച്ചിട്ടില്ല, ആരോടോ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളാണ് ഇവിടെ പ്രശ്നം. ഞാൻ എന്താ പ്രശ്നം? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല, കുറെ സമയം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞാനും പ്രവീണും ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചു. അവളെ ഈ മൊബൈൽ താഴ്ത്തിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു. അത് ചോദിക്കാൻ താനാരാണ്? അത് എന്നോട് ചോദിക്കാൻ താനാരാന്ന് ചോദിച്ചു. ഞാൻ അല്ലേ യൂണിഫോമിലല്ല, എന്നെ കാണുന്നവർക്കറിയാം യൂണിഫോമിലല്ല, മഫ്റ്റിലാണ് അതിനുണ്ടാവാറ്. ഞാൻ മഫ്റ്റിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പോലീസുകാരനാണ്, ജനമൈത്രി പോലീസാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഐഡന്റിറ്റി കാർഡ് എല്ലായിടത്തും കൊണ്ട് നടക്കാറില്ല, വിട്ടേക്ക്, നിങ്ങൾ പോയിക്കോന്നു. അപ്പൊ പെൺകുട്ടികളോട് എന്നെ വിട്, നിങ്ങൾ പോയിക്കോന്നു. അവസാനം ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസുകാരനെ വിളിച്ചു കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി ആ പെൺകുട്ടിയോട് അറിയിച്ചു, ഇങ്ങനെയാണ് ഇവിടുത്തെ ജനമൈത്രി ഓഫീസറാണ് രണ്ടുപേരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടി ഓക്കെ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാർ എല്ലാവരും ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നു. നമ്മൾ എല്ലാവരും ബസ് സ്റ്റാൻഡിൽ ഇരുന്ന ബസ് കാത്തിട്ടായിരിക്കും, നീ അതിനാണൊരു സംശയമുണ്ട്. എന്താ സംശയം? ഞാൻ പറഞ്ഞു, രാവിലെ 8 മണി മുതൽ നീ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പൊ സമയം 11:30 മണിയായി, 3.5 മണിക്കൂറായി നീ ഈ പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു, എന്താ നിന്റെ ആവശ്യം? അപ്പൊ ആ പെൺകുട്ടി, അന്ന് ഞാൻ കാസർഗോഡ് അത് ചോദിക്കുന്നത്, ആ പെൺകുട്ടി മഞ്ചേശ്വരം ഭാഗത്തുള്ളൊരു സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞു. എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് അന്ന് അറിയില്ല, പക്ഷെ ഇന്നറിയാം. ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞു. അവിടത്തേക്കാണ് പോകുന്നത്. അവിടത്തേക്ക് ചിലപ്പോ ബസ് കിട്ടാൻ കുറച്ച് പണിയുണ്ട്, 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ബസ്സൊക്കെ കിട്ടുവാന്നൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്ന് വിശ്വസിക്കേണ്ട സമയമല്ലേ, ഞാൻ വിശ്വസിച്ചു. ഞാൻ ഇനി എത്ര സമയത്ത് അറിയില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ എന്നോട് പറഞ്ഞു, അതോടെ നമ്മുടെ കൂടി ഇരിക്കാം, ഏതായാലും ഇവിടെ വിട്ടിട്ട് നമുക്ക് പോകാം, അല്ലെങ്കിൽ പിന്നെ IP സാറിനോടൊന്നും പറയണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇരുന്നു. കുട്ടി പറഞ്ഞതുപോലെ 2 മണിക്കൂറിന് ശേഷം ഈ പറഞ്ഞ നാട്ടിലേക്കുള്ള ഒരു ബസ് വരുന്നുണ്ട്. ബസ് വന്ന് ഈ ട്രാക്കിലേക്ക് കയറുന്ന സമയം പ്രവീണ ആ പെൺകുട്ടിയോട് പറഞ്ഞു, വളരെ ബസ് വരുന്നുണ്ട്, അതിലേക്ക് കയറേണ്ട, റെഡി ആയിക്കുന്നു. പെൺകുട്ടി മൊബൈലൊക്കെ പോക്കറ്റിലിട്ടു, ബാഗൊക്കെ ബാക്കിലിട്ടു, ഒക്കെ റെഡിയായി ബസ്സിലേക്ക് പോയി. ബസ്സിൽ കാലെടുത്ത് വെക്കാൻ നിൽക്കുന്ന സമയം 2 സ്റ്റെപ്പ് കയറി ബസ്സിന്റെ അകത്തേക്ക് നോക്കിയിട്ട് പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ബസ്സിൽ പോകാൻ പറ്റില്ല. പ്രവീണ ചോദിച്ചു, എന്താ പ്രശ്നം? ബസ്സിൽ പോയാല് ഈ ബസ്സിൽ പോയാല് ഫുള്ള് തിരക്കാണ്, എനിക്ക് ഇരിക്കാൻ സീറ്റില്ല, എനിക്കങ്ങനെ നിന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇരുന്നിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് എനിക്ക് ബസ്സിൽ പോകാൻ പറ്റില്ല. ആയിക്കോട്ടെ, അടുത്ത ബസ്സിൽ പോവാം. വീണ്ടും പെൺകുട്ടി ഈ സീറ്റിൽ വന്നിരുന്നു. ഞാനും പ്രവീണും വീണ്ടും അതേ സീറ്റ് പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം, 3/4 മണിക്കൂറിന് ശേഷം ഈ പറയുന്ന നാട്ടിലേക്കുള്ള അടുത്ത ബസ് വരുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ പ്രവീൺ ചാടി എണീറ്റ് ഓടിപ്പോയി ആ ബസ് നിർത്തുന്നതിന് മുമ്പ് തന്നെ ആ ബസ്സിൽ കയറി ഒരു ലേഡി സീറ്റിൽ പ്രവീൺ ഇരുന്നിട്ട് ബസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ ഞാൻ സീറ്റ് പിടിച്ചിട്ടുണ്ട്, ഇനി സീറ്റില്ല എന്ന് പറയണ്ടെന്ന്. ഒരു പോലീസ് എന്തൊക്കെ പണി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സീറ്റ് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്നിരുന്നു. അങ്ങനെ പെൺകുട്ടി സ്റ്റെപ്പ് കാലെടുത്ത് വെച്ചു, മുകളിലോട്ട് കയറി പെട്ടെന്ന് തിരിച്ച് വീണ്ടും ഇറങ്ങി. ഈ ബസ്സിൽ ഞാൻ പോയില്ല. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു, എന്താ മോളെ നിന്റെ പ്രശ്നം? ഈ ബസ് എന്താ നിന്റെ പ്രശ്നം? സീറ്റ് ഉണ്ട് അല്ലേ, അവിടെ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ ബസ്സിലെ കണ്ടക്ടർ ആൾ ശരിയല്ല. കണ്ടക്ടർ എന്താ പ്രശ്നം? കണ്ടക്ടർ എവിടെയൊക്കെ തോണ്ടിക്കൊണ്ടേയിരിക്കുന്നത് പ്രശ്നമുണ്ട്. എന്നെ നിർബന്ധിച്ച് ഞങ്ങൾ ആ ബസ്സിൽ കയറ്റി വിട്ടു നിൽക്കുക. നിർഭാഗ്യവശാൽ ഇയാൾ തോണ്ടിയിൽ നിൽക്കുക. 1-ാം പ്രതി ആരാ?
പോലീസ്. നിങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തും പോലീസിനെ. പോലീസാണ് നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ ആ ബസ്സിൽ കയറ്റിവിട്ടത് നിന്ന് നിങ്ങൾ തീർച്ചയായും പറയും. ഒന്നാം പ്രതിയാവുന്നത് ഞങ്ങളാണ്. അപ്പോൾ പ്രവീൺ എന്നോട് പറഞ്ഞു, അതൊക്കെ ലോൺ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായത് വീട് പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു, ഒരു സസ്പെൻസ് നിങ്ങൾ വയ്യ, അതുകൊണ്ട് അവൾ പറയുന്നത് കേൾക്കാൻ നമുക്ക്, അവൾ ഇറങ്ങട്ടെ, നമുക്ക് അവിടെ പോയിരിക്കും. അങ്ങനെ ഇരുന്നു. വഴിയെ പോകുന്ന ആൾക്കാരെല്ലാം സംസാരിച്ചു. നമുക്കല്ലേ എൻ്റെ ഒരു ഇത് എല്ലാവരും സംസാരിക്കുന്നത്, എല്ലാവരും സംസാരിച്ച് ഞാൻ വെറുതെ സമയം നോക്കുമ്പോൾ വൈകുന്നേരം 4 മണിയായി, 4:30 മണി. ഞാൻ ഇതുവരെ ആരും അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ പെൺകുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചു, നമ്മളെ സത്യം പറ, നീ എന്തിനാ ഇരിക്കുന്നു ചോദിച്ചു. പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാനൊരു സത്യം പറയാൻ സാറിനത്. നമ്മൾ പറ മോളെ, എന്തിനായിരുന്നു വെറുതെ ഞങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നു? ഞാൻ എൻ്റെ ഉപ്പാനെ കാത്തിരുന്നത്, ഞാൻ എൻ്റെ ഉപ്പാനെ കാത്ത്. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ അച്ഛനെ വെയിറ്റ് ചെയ്യില്ല, ഈ സമയം വരെ വെയിറ്റ് ചെയ്ത് നിർത്തൂല, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിർത്തൂല. പക്ഷെ ഈ പറഞ്ഞ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെ സ്വന്തം മകളെ ഒരു ഉപ്പ വെയിറ്റ് ചെയ്യിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കുറേ സമയം ചോദിച്ചുകൊണ്ടിരുന്ന അവസാനം ഞാൻ കുട്ടിയോട് ചോദിച്ചു, ആ മൊബൈൽ നമ്പർ അല്ലേ, ഉപ്പാൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അതൊന്ന് താന്നോ. അവസാനം മടിച്ചിട്ടാണെങ്കിൽ ഈ പെൺകുട്ടി മൊബൈൽ നമ്പർ തന്നതിന് ശേഷം ഞാൻ ഈ മൊബൈലിലേക്ക് ഡയൽ ചെയ്ത സമയത്ത് അങ്ങേ തലയ്ക്ക് ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. സ്ത്രീയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ ഉമ്മയാണ്, ഞാൻ ഉപ്പാക്ക് കൊടുക്കാം, ഒരു കാര്യം ഉപ്പ പുറത്താളുള്ളത് ഞാൻ കൊടുക്കാൻ വേണ്ടി ഫോൺ കൊടുത്തപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. വളരെ അതിശയിപ്പിക്കുന്ന ഒരു ഉത്തരമാണ് അയാൾ എന്നോട് പറയുന്നത്. എൻ്റെ മകള് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എന്നെ കാത്തിട്ട് എൻ്റെ മകള് നിൽക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്നത്. ഞാൻ രാവിലെ 8 മണി മുതൽ കാത്തു നിന്നുണ്ട്, ഇപ്പൊ 4 മണിയായി. അല്ല, അതെന്തിനാ നിങ്ങൾ നോക്കുന്നത്? എന്റെ മകൾ എന്നെയല്ലേ വെയിറ്റ് ചെയ്ത്, നിങ്ങളല്ലോ. നിങ്ങളവിടെ വെച്ചില്ല, മക്കളവിടെ ആക്കിയിട്ട് നിങ്ങൾ പോയിക്കൊന്നു. അത് പറ്റില്ല. കാസർഗോഡിന്റെ അല്ലേ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പേടിപ്പെടുന്ന, ചിലപ്പോഴൊക്കെ പേടിപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കെട്ടി. പിന്നെ ഒരുപാട് പ്രാവശ്യം എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ കുട്ടിയോട് പറഞ്ഞു, നമുക്ക് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി എന്നോട് പറഞ്ഞു, അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ ആരാ പറഞ്ഞ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്? എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഒരു വനിതാ പോലീസ് ഇവിടെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിൻപെട്ടുള്ള ഒരു ഗീത വെച്ചിട്ടുണ്ട്, ഗീത പോലീസ് ഞാൻ ഗീതച്ചിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, പെൺകുട്ടിയെ നമുക്കൊന്ന് കൊണ്ടുപോകാനുണ്ട് സ്റ്റേഷനിൽ. അങ്ങനെ ഈ പിങ്ക് പെട്രോളിന്റെ വണ്ടിയിൽ ഇവളെ അതിലേക്കേറ്റ് ഞാൻ ബൈക്ക് എടുത്ത് പിറകെ പോയി ഞങ്ങളുടെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ചൈൽഡ് റൂമിലേക്ക് ഇരുന്നു. അവിടെ നിന്ന് ഞാനും ഈ പറയുന്ന പെൺകുട്ടിയും ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കസേരയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതൊരാളെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത്, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നിങ്ങൾ കഴിക്കേണ്ടതെന്നാണ് ചോദിക്കുക. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ വിശക്കുന്നുണ്ടോ ചോദിച്ചു. കുട്ടി പറഞ്ഞ് വിശക്കുന്നത്. എന്താ നമ്മളെ കഴിക്കേണ്ടത്? സ്വാഭാവികം നമ്മളൊക്കെ പറയും ഗ്ലാസ് വെള്ളം മതി. കുട്ടി എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല. കുട്ടി പറഞ്ഞു, എനിക്ക് അറേബ്യൻ ഷവർമ വേണം. ഞാൻ പറഞ്ഞു, അറേബ്യൻ ഷവർമ ഇവിടെ കിട്ടും. കുട്ടി എന്നോട് ഉത്തരം പറയുന്നത്, ഗോൾഡൻ ബേക്കറി മ്യാൻമാറില്ല, അവിടെ അറേബ്യൻ ഷവർമ കിട്ടും, അത് മതി. ഞാൻ പറഞ്ഞു പ്രവീണിനോട്, ഏതായാലും ഷവർമ വേണം, എനിക്ക് ഒന്ന്, നിനക്കൊന്ന്, 3 ഷവർമ വാങ്ങിക്കുന്നതാന്ന് പറഞ്ഞിട്ട് അവൻ ബൈക്കിൽ പോകാനിരുന്ന സമയത്ത് പെൺകുട്ടി പറഞ്ഞു, സാർ എനിക്ക് ഒരു സാധനം കൂടി വാങ്ങണം. അപ്പോൾ പ്രവീൺ ചോദിച്ചു, എന്താ വേണ്ടത്? എനിക്ക് ക്യാരറ്റ് ഷേക്കും കൂടി വാങ്ങിച്ചു. ക്യാരറ്റ് ഷേക്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? അങ്ങനെ അയാൾ പോയി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി. ഞാൻ അവളോട് ചോദിച്ചു, എന്തിനാ ക്യാരറ്റ് ഷേക്ക്? അത് മനസ്സിലായില്ല. അവൾ ചാടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് ബാക്കിലോട്ട് റിബൺ ഇട്ട് കെട്ടി ഗ്ലാസ് ഒന്നുകൂടി എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഗ്ലാസ് ഒക്കെ ഇട്ട് പറഞ്ഞു, എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നിന്നെ കാണാൻ സുന്ദരിയാണ്, നല്ല പെൺകുട്ടിയാണ്, നല്ല ഉത്സാഹമുണ്ട് ഒക്കെ പറഞ്ഞു. അപ്പൊ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ക്യാരറ്റ് ഷേക്ക് കുടിച്ചിട്ടാണ്. ഞാനിങ്ങനെ സൗന്ദര്യം കൂടിയത് ക്യാരറ്റ് ഷേക്ക് കുടിച്ചിട്ടാണെന്ന് കുട്ടി പറഞ്ഞു. ഞാനും 1 മാസം ക്യാരറ്റ് ഷേക്ക് കുടിച്ചു, ഒരു മാറ്റമില്ല. കുട്ടിയെ ആരും പറ്റിച്ചിട്ടുണ്ട്, അതേപോലെ ഞങ്ങളും പറ്റിക്കപ്പെട്ടു എന്നതാണ്. കാരണം ക്യാരറ്റ് ഷേക്കിന്റെ വില 50 രൂപയാണ്. 24 2400 രൂപ എൻ്റെതും പോയി, 2400 പ്രവീണിൻ്റെയും പോയി. പ്രവീണോട് പലപ്പോഴും ചോദിക്കും, എങ്ങനെ രണ്ടെണ്ണം മാറ്റമില്ല. ഞങ്ങൾ ഒരു മാറ്റമില്ല. തിരിച്ചാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ച അവനും പറയും, ഒരു മാറ്റമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. ഓക്കെ, അതവിടെ വിട്ടു. അത് ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. അങ്ങനെ ഈ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ പെൺകുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓടിക്കാർ, വില കൂടിയ ഒരു ഓടിക്കാർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വന്നു. വന്നിട്ട് അതിന്റെ ഞങ്ങളുടെ സ്റ്റേഷനെ മുൻവശത്ത് നിന്ന് നിർത്തി. അതിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് സ്ത്രീയും ഡ്രൈവർ സീറ്റിൽ ഒരു പുരുഷനായിരുന്നു. കാണാൻ നല്ല
ഭംഗിയുള്ള ആഠ്യത്വമുള്ള രണ്ടാൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നു. കാണുമ്പോൾ തന്നെ അറിയാം അവരങ്ങനെ ജീവിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇറങ്ങി വന്ന ഉടനെ ഇയാള് ഇങ്ങനെ വന്ന് ചോദിച്ചു, എന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ പെൺകുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി ഭക്ഷണമൊക്കെ താഴെ വെച്ചിട്ട് ഓടിപ്പോയി ഉമ്മാനെ കെട്ടിപ്പിടിച്ചു. പിന്നെ നമുക്ക് ഇത് ഉമ്മയാണോ അല്ലെ എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മയാണെന്ന് മനസ്സിലായി. ഈ കെട്ടിപ്പിടുത്തത്തിന്റെ കരച്ചിലിന്റെ കൂടുതൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇവർ എന്തൊക്കെയോ സംസാരിക്കുന്ന സമയത്ത് ഞാൻ റഹീം സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറെ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്ന് വിട്ടേക്ക്, ആധാർ കാർഡ് ആയിട്ടുണ്ടെങ്കിൽ മുൻസ് വെച്ച് വിട്ടേക്ക്, വേറെ പ്രശ്നമൊന്നുമില്ല, ഉപ്പാന്നൊന്ന് വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനത്തെ അല്ലേ അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ഇവരെ വിട്ട് ഈ ഉമ്മാനെയും മകളെയും കാറിൽ എത്തിയതിനു ശേഷം ഇയാളെ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് വെക്കേണ്ടത്? എന്റെ മകൾ ഇന്നുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. താൻ മുഖേനയാണ് അത് കയറിയത്, അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും പോലീസ് സ്റ്റേഷനിൽ കയറി. ഇനി നിന്നെ ഞാൻ വിടുന്നില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇവര് തിരിച്ച് ആ വലിയ അല്ലെ ആഡംബര വാഹനത്തിൽ തിരിച്ച് വീട്ടിലേക്ക് അവിടെ പോയത് എന്റെ കയ്യിൽ തിരിച്ചു പോയി. ഒരു അരമണിക്കൂറിന് ശേഷം ഈ പറയുന്ന ആള് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ പുറത്തുനിന്ന് ഒച്ചത്തിൽ സംസാരിക്കുന്ന ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇയാൾ പറയുന്നതാണ്, ആ തടിച്ച മീശയില്ലാത്തൊരു പോലീസല്ല ഇയാളൊന്ന് കാണുന്നു. അപ്പൊ അന്ന് ആ സമയത്ത് തടിച്ച മീശയില്ലാത്ത പോലീസായി ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഇയാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വന്നത്? അപ്പൊ താൻ എന്റെ മകൾക്ക് ഷവർമയും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പൈസ തരാൻ വേണ്ടിട്ട് വന്നതാണ്. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിന് പൈസ ഒന്നും വേണ്ട. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നോ, പോക്കറ്റിൽ 500 നോട്ട് ചുറ്റിപ്പിടിച്ചു അത് എടുത്തിട്ട് ദേഹത്തേക്ക് എറി. താൻ വെച്ചു, എന്റെ മക്കൾ അങ്ങനെ ഓശാരും ഓഫറൊന്നും വേണ്ട, താൻ വെച്ചു. തിരിച്ച് പോയി ഇയാള് കാറിന്റെ ഡോർ തുറന്നു, വീണ്ടും ശക്തിയായി ഡോർ അടച്ചു. വീണ്ടും എന്റെ അടുത്തേക്ക് വന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇങ്ങനെയാ, സാർ എന്റെ മകള് എന്നെ ഈ സമയം വരെ, അതായത് രാവിലെ 8 മണി മുതൽ ഈ സമയം 6:45 മണി വരെ എന്നെ വെയിറ്റ് ചെയ്തത്, എന്നെ കാത്തു നിന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അവളുടെ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ടോ അവളുടെ സഹോദരനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഈ സമയം വരെ എന്നെ വെയിറ്റ് ചെയ്തത് MDMA എന്ന് പറയുന്ന ലഹരി വസ്തുവിന് വേണ്ടിയിട്ടാണ്. എന്റെ മകൾ എന്നെ വെയിറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അവളുണ്ടായിരുന്ന പ്രശാന്ത് എന്ന് പറയുന്ന പോലീസുകാരൻ ഇയാൾക്ക് അടി കൊടുക്കണ്ടേ? സ്വന്തം മകൾക്ക് MDMA കൊണ്ട് കൊടുക്കുന്ന ഒരു ഉപ്പ. ആലോചിച്ചു ഞങ്ങളുടെ പോക്ക് അങ്ങോട്ടാണ്. അടി കൊടുത്തോടെ ഇയാൾ സൈഡിലേക്ക് പോയി. ഇയാൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അവളുണ്ടായിരുന്ന ഗ്രില്ലിന് പോയിട്ട് തലയടിക്കാൻ തുടങ്ങി. ബ്ലഡ് വന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ ഞാൻ പോയി പിടിച്ചു. അടുത്ത കേസും കൂടി പറ്റില്ല എനിക്ക്, അല്ല കുറെ കേസ് ഉള്ളതുകൊണ്ട് ഇനി അടുത്ത കേസും കൂടി വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു. ഇയാളെ പിടിച്ചു. ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾ എല്ലായിടത്തും കച്ചറ ഉണ്ടാക്കും, നിങ്ങളുടെയും വന്ന് കച്ചറ ഉണ്ടാക്കും, നിങ്ങൾ പോയിക്കോ. ഇയാൾ എന്നിട്ട് പറയുന്ന കാര്യമുണ്ട്. 1 മിനിറ്റ് സാറേ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് വില കൂടിയ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിന്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോ പിക്ചറും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എനിക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും. അവസാനം എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും മറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, എപ്പോഴെങ്കിലും മറക്കണമെന്ന് ആഗ്രഹം വന്നിട്ടില്ല ഒരു ഫോട്ടോയാണ് എനിക്ക് കാണിച്ചിരുന്നത്. ഞാൻ രാവിലെ 11:30 മണി മുതൽ 6:45 മണി വരെ കണ്ട ആ പെൺകുട്ടിയുടെ നഗ്നമായ ഫോട്ടോയാണ് എനിക്ക് ഇയാൾ കാണിച്ചിരുന്നത്. ഉടുതുണിയില്ലാത്ത നീക്കഡായിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇയാൾ എനിക്ക് കാണിച്ചിരുന്നത്. സ്വന്തം ഉപ്പ സ്വന്തം മകളുടെ നീക്കഡായ ഫോട്ടോ അന്യനായ ഒരു പോലീസുകാരന്, അന്യനായ ഒരു മനുഷ്യന് കാണിച്ചിരുന്നു എന്ന് ആലോചിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തുപ്പേ സ്വന്തം മകളുടെ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അന്യപുരുഷനായ എനിക്കൊന്ന് കാണിച്ചു തന്നു, എന്തിനാ? ഇയാൾ പറഞ്ഞു, വാക്കുണ്ട് സാർ, ഇങ്ങനെയുള്ളൊരു ഫോട്ടോ ചിലപ്പോൾ കാണാതായിട്ട് നിങ്ങൾ കുറച്ചുപേര് മാത്രമേ ബാക്കിയുണ്ടാവും, ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. എങ്ങനെ സാർ? എന്റെ മകള് 10ാം ക്ലാസ് വരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. 12ാം ക്ലാസ് 11-12ാം ക്ലാസ്സിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഡിഗ്രിക്ക് ഞാൻ ഏറ്റവും നല്ല കോളേജിലാണ് അവരെ ചേർത്തത്. അവള് എന്തോ വഴിമാറുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്റെ മകൾ എന്നെ ഗൾഫിലേക്ക് മെസ്സേജ് അയക്കും, ഉപ്പ എനിക്കൊരു 5000 രൂപ വേണം, അല്ലെങ്കിൽ 10,000 രൂപ വേണം എന്ന് പറയുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കാൻ തുടങ്ങി. പക്ഷെ എന്റെ മകള് ഈ പൈസയൊക്കെ ചെലവാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് മനസ്സിലായി, എന്റെ ഭാര്യ മുഖാന്തരം എനിക്ക് മനസ്സിലായി, ഇവൾ ചെലവാക്കുന്ന ഈ പറയുന്ന മയക്കുമരുന്ന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഉടനെ ഞാൻ ഇവൾക്ക് അയച്ചു കൊടുക്കുന്ന പൈസ അങ്ങ് ഇല്ലാണ്ടാക്കി. ഇവൾ എന്ത് ചെയ്തു? ഇവളുടെ സുഹൃത്തുക്കളെ ഫോൺ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ മരുന്ന് വേണം, ഈ മരുന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അവസാനം ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന MDMA എന്ന് പറഞ്ഞ ഒരു ഗ്രാമിന് 5000 രൂപ വിലയുള്ള ഈ സാധനം ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമെങ്കിലും പിന്നീട് ആരും ഫ്രീ ആയിട്ട് കൊടുത്തില്ല. ഈ പെൺകുട്ടി
സുഹൃത്തുക്കളെ വിളിക്കാൻ തുടങ്ങി. വിളിച്ചു ചോദിച്ചു, അത് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് തരണം നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ഈ ആൺ സുഹൃത്തുക്കൾ പറഞ്ഞു, നിന്റെ ഫോട്ടോ വേണം. ഫോട്ടോ കൊടുത്തു. ആ ഭാഗം കാണുന്ന ഫോട്ടോ, ഈ ഭാഗം കാണുന്ന ഫോട്ടോ, മുഴുവൻ കാണുന്ന ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അവസാനം 18-കാരൻ മുതൽ 70-കാരന്റെ കൂടെ വരെ ഈ പെൺകുട്ടിക്ക് പോകേണ്ടി വന്നു. എന്തിനാ? ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ലഹരി വസ്തുവിന് വേണ്ടി. അത് പറയുമ്പോ അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് ഈ പറയുന്ന ആള് അത് ഞങ്ങളോട് പറയുമ്പോ 9 പോലീസുകാർ ഞങ്ങൾ ചുറ്റുമുണ്ട്. ആ 9 പോലീസുകാർക്ക് അങ്ങനൊരു ഉത്തരവില്ല എന്നെതിരെ പറയാൻ വേണ്ടി. അയാൾ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യമാണ് ഞങ്ങൾ ഏറ്റവും പ്രശ്നമാക്കിയത്. എന്റെ മകൾക്ക് ഞാൻ ലഹരി കൊണ്ടു കൊടുക്കണോ, എന്റെ മകളെ ഞാൻ അഴിച്ചു വിടണോ എന്നാണ് അയാൾ ചോദിച്ചത്. അന്ന് എല്ലാവരും പോയെങ്കിൽ എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഞാൻ ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ അയാളോട് സമാധാനിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഓരോന്നിലെയും ഇയാളോട് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി MBBS പൂർത്തിയാക്കിയ ഒരു ഡോക്ടറാണ്. പലപ്പോഴും എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ പൂർണ്ണമായും ഈ പറയുന്ന ലഹരിയോട് ഇടപെടാൻ ഈ പെൺകുട്ടി ഈ സമയം ആയിട്ടില്ല എന്നുള്ളതാണ്.